തോട്ടത്തിൽ രവീന്ദ്രൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, 25-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങുന്നു. കേരള ജനത സമഗ്രമായ വികസനവും ക്ഷേമവും ആഗ്രഹിക്കുന്നു. കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8.5 വർഷം കേരളം കണ്ടത്. അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. എൻ്റെ മഞ്ചേരി MLA ശ്രീ ലത്തീഫ് ഇവിടെ സൂചിപ്പിച്ചു, UDF അധികാരത്തിൽ വരുന്നു. കേരള ജനത എന്താഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സ്വപ്നം ഉണരുമ്പം നമുക്ക് ബോധ്യപ്പെടും എന്താണ് ഉണ്ടായതെന്നുള്ളത്. കേരള വികസനം അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ച ചെയ്യുന്ന രീതിയിലാണ് മുന്നേറുകയാണ്. സമസ്ത മേഖലകളിലും സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ നികുതി വിഹിതവും പദ്ധതികളും നിഷേധിക്കുന്നു. കേരള സർക്കാർ ജനപിന്തുണയുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചു വികസന ക്ഷേമകാര്യങ്ങളിൽ ഇടപെടുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് നികുതിയേതര വരുമാനത്തിൽ 17.5% വളർച്ച കൈവരിക്കാനായി. കേന്ദ്ര ധന കമ്മീഷൻ വിഹിതം 3.88 നിന്ന് 1.92% കുറച്ച ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ നികുതി വരുമാനത്തിലെ വർധനവിലൂടെ നാം മുന്നേറുന്നത്. GST വന്നതോടുകൂടി സംസ്ഥാനത്തിൻ്റെ സ്വന്തം നികുതി നിശ്ചയിക്കാനുള്ള അധികാരം നഷ്ടമായി. GST കോമ്പൻസേഷൻ നിർത്തലാക്കി. സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴും കേരളത്തിന് പ്രതിപക്ഷം അതിനെതിരെ ശബ്ദിക്കുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ അറിയാൻ വേണ്ടി കഴിയും, നമ്മുടെ ക്ഷേമനിധി ബോർഡുകളുടെ സാമ്പത്തികമായി സഹായം നൽകുന്നില്ല. കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ധനകാര്യമന്ത്രി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കാരണം ഇത്രയും നല്ല നിലയിൽ ഇത്രയും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന സാമ്പത്തികമായിട്ട് പരമാവധി ചില കാര്യങ്ങൾ കുറച്ച് താമസം വരുന്നുണ്ടെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയാണ്. പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഇതുവരെയില്ലാത്ത ഒരു കുതിച്ചുചാട്ടമാണ് വികസന രംഗത്ത് നടന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ 29,522 കിലോമീറ്റർ റോഡിൽ 17,483 കിലോമീറ്റർ റോഡും BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു BMBCയെക്കുറിച്ച്. കാരണം ഒട്ടുമിക്ക കുറഞ്ഞ കാലം കൊണ്ട് മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡുകളുടെ ഗുണനിലവാരം വർദ്ധിച്ചത് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും മനസ്സിലാവും. കേരളത്തിലെ NHൻ്റെ പ്രവൃത്തി UDF കാലത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് ആരംഭിച്ച ഓഫീസുകൾ പൂട്ടി നടപടി അവസാനിപ്പിച്ച കാലമായിരുന്നു. എന്നാൽ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം NH നിർമ്മാണത്തിന് പൊതുജീവൻ വച്ചു. NH 66ൻ്റെ പ്രവൃത്തി കേരളത്തിലുടനീളം അതിവേഗതയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ 5,580 കോടി രൂപയാണ് NH സ്ഥലമെടുപ്പിന് നൽകി. ഈ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ള കാലത്ത് പോലും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനം നിലച്ചുപോയ കുതിരാൻ ടണൽ നിർമ്മാണം ശക്തമായ ഇടപെടലുകൾ പൂർത്തീകരിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതികൾക്ക് 2,370 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 100 പാലങ്ങൾ പൂർത്തീകരിച്ചു. 150 പാലങ്ങളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു. കോഴിക്കോട് മുത്തങ്ങ ദേശീയപാത NH 766 വികസനം വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. വയനാട്ടിലേക്കുള്ള ഗതാഗത തടസ്സം നീക്കുന്നതിന് താമരശ്ശേരി ചുരം 3 വളവുകൾ വീതി കൂട്ടാനുള്ള നടപടി സ്വീകരിച്ചു. 37.16 കോടി രൂപ ലഭ്യമാക്കി. മലയോര തീരദേശ പാതകളുടെ നിർമ്മാണം അതിവേഗം നടക്കുന്നു. 1166 കിലോമീറ്റർ മലയോര പാതയിൽ 794 കിലോമീറ്റർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി. ബാക്കി മറ്റു പദ്ധതികളിൽ ഉൾപ്പെടുത്തി. 158.6 കോടി 6 കിലോമീറ്റർ പൂർത്തിയായി. 322.53 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു. 2,985 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു. 507.86 കിലോമീറ്റർ തീരദേശ പാത കിഫ്ബി വഴി വികസിപ്പിക്കുന്നു. വയനാട് തുരങ്കപാത നിർമ്മാണം പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നു. 2,043.7 കോടിയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തികൾ കേരളത്തിൻ്റെ വ്യാവസായിക ടൂറിസം മേഖലകളുടെ സാധ്യതകൾ വികസിപ്പിക്കുന്നു. എന്നാൽ എല്ലാ പദ്ധതികളും തങ്ങൾ എതിർക്കുന്ന നിലപാടാണ് കേരളത്തിലെ UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ റോഡുകളുടെ പരിപാലനം സമയബന്ധിതമായി നടപ്പാക്കാൻ റണ്ണിംഗ് കോൺട്രാക്ട് സമ്പ്രദായം നടപ്പിലാക്കിയത് മാതൃകാപരമാണ്.
PWD നിരക്ക് പുതുക്കി നിശ്ചയിക്കാനുള്ള തീരുമാനം പ്രവൃത്തികളുടെ വേഗത വർദ്ധിപ്പിക്കും. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പശ്ചാത്തല മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. പുതിയങ്ങാടി തണ്ണീർപന്തൽ റോഡ്, അരയടത്ത് പാലം, കാരന്തൂർ റോഡ്, കാരപ്പറമ്പ് ബാലുശ്ശേരി റോഡ് എന്നിവ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുന്നു. നടപടി വേഗത്തിലാക്കണം. വർഷങ്ങളായി കാത്തിരുന്ന മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് പൂർണ്ണമായും ഏറ്റെടുത്തു. ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നു. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുത്ത കോഴിക്കോട് മുത്തങ്ങ NH പ്രവൃത്തിയിൽ ഉൾപ്പെട്ട മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള ഭാഗത്തെ നിർമ്മാണവും ഇതോടൊപ്പം നടത്തണം. കോഴിക്കോട് നഗരപാത വികസനം 2ാം ഘട്ടം ഏറ്റെടുത്ത പദ്ധതികൾ നഗരത്തിൻ്റെ മുഖച്ഛായം മാറ്റും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു സജീവ് ജോസഫ്, നമ്മളെ മെമ്പർമാരാരോ പറഞ്ഞു, ഈ PWDയിൽ നടത്തിയിട്ടുള്ള ഒരു വികസനം ചെറുതാണോ? CMT നടത്തിയിട്ട് എല്ലാം മാസവും ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്തിക്കൊണ്ട് നമുക്ക് ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നതും പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതും നമുക്ക് സാധ്യമായത് ഈ കാലത്തല്ലേ? നമ്മളെ കണ്ണൂർ മാനാഞ്ചിറ പാവങ്ങാട് റോഡ് വികസനം വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. അതിന് പദ്ധതി തയ്യാറാക്കി വരുന്നത് അഭിനന്ദനാർഹം. പനാത്തുകാഴം സരോവരം മേൽപ്പാലം പദ്ധതി അംഗീകരിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ബീച്ചിൽ നിന്നും വയനാട് റോഡിൽ നിന്നും കുന്നമംഗലം വരെ ഗതാഗതം തടസ്സമില്ലാതെ സാധ്യമാവും. NH66 നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഗതാഗതം തടസ്സപ്പെടുന്ന CWO പനാത്തുതാഴം റോഡിൻ്റെ കോട്ടുളി നേതാജി ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മിക്കാൻ നഗരപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണം. നഗരത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിലേക്കാക്കണം. ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് കേരളം കൈവരിച്ചത്. ഉൾനാടൻ ജലഗതാഗതം, വാട്ടർ മെട്രോ, സീപ്ലെയിൻ എന്നിവയെല്ലാം ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ബീച്ചിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കേരളത്തിലെ PWD റെസ്റ്റ് ഹൗസുകൾ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി മികച്ച നടപടിയാണ്. ടൂറിസം മേഖലയിലെ വികസനം ലക്ഷ്യമാക്കി ആഗോളതല ലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം വനിതാ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. സ്ത്രീ സൗഹൃദ ടൂറിസത്തിന് ഉത്തമ മാതൃകയാണ് കേരളം. ഈ മേഖലയിൽ 18,000 പുതിയ സംരംഭങ്ങൾ വനിതകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. വിവിധ ടൂറിസം മേഖലകളെ ഹെലികോപ്റ്റർ വഴി ബന്ധിപ്പിക്കാനുള്ള ഹെലി ടൂറിസം നടക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കനാൽ സിറ്റി സംസ്ഥാന ടൂറിസം ചരിത്രത്തിൽ മികച്ച പദ്ധതി വേഗത്തിൽ നടപ്പാക്കണം. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സത്യത്തിൽ ഇത്രയും ഒരു പരാതിക്ക് ഇടയ നൽകാത്ത വിധത്തിൽ അത് കൈവരിക്കാൻ സാധിച്ചില്ല. നമ്മുടെ ദേവസ്വം മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ ബോർഡിൽ മെമ്പർമാർക്കോ ചെയർമാനോ ഒരു പൈസയും ഇതുവരെ ഓണറേറിയമായിട്ടോ സിറ്റിംഗ് ഫീസായിട്ടോ അനുവദിച്ചിട്ടില്ല. പക്ഷേ അതിനുള്ള ബില്ല് കൂടി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ, കാരണം അവിടെ ഇതേമാതിരി ഒരു ചെറിയ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ നൽകുന്നുള്ളൂ. ഒട്ടേറെ പേർക്ക് ഇപ്പോഴും ഏകദേശം 1700ഓളം അമ്പലങ്ങളിൽ 7000-ലധികം ജീവനക്കാരുണ്ട്. സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ധനസഹായം പൂർണ്ണമായും ലഭിക്കാത്തതിന് ജീവനക്കാരുടെ ആനുകൂല്യം യഥാർത്ഥം സമയം നൽകാൻ കഴിയുന്നില്ല. മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും മദ്രാസ് നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് പ്രത്യേകമായിട്ട് നിയമനിർമ്മാണം നടക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതേപോലെ നമ്മുടെ റവന്യൂ വകുപ്പിനെ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയധികം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. എത്രയൊക്കെ അഭിനന്ദിച്ചാലും മന്ത്രിയാമതില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മളെ റവന്യൂ അസംബ്ലി മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തിട്ട് ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അനുമതി നൽകിയിട്ടില്ല. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു. നമ്മളെ സ്മാർട്ട് വില്ലേജുകൾ ഓഫീസാക്കി ഡിജിറ്റൽ സർവേ നടത്തുന്നു. എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ ഭവന നിർമ്മാണ ബോർഡിനെ ഒട്ടേറെ നമ്മൾ ഈ സത്യത്തിൽ പറഞ്ഞാൽ ഈ പണമുള്ളവർക്കും ഇല്ലാത്തവരും തീരെ ലൈഫിൽ കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലാത്തവർക്കും മറ്റുള്ളതിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ മിഡിൽ ഇൻകംകാർക്ക് വലിയ സഹായകരമായിട്ട് നിന്നത് ഈ ഹൗസിംഗ് ബോർഡിൻ്റെ ഭവന നിർമ്മാണ രംഗത്തുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ്. അത് കുറേ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കുറേയും കൂടി സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും അതേപോലെ കുറേ ഭവനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ റവന്യൂ പോർട്ടൽ നടപ്പാക്കി സേവനങ്ങൾ മുഴുവൻ ഓൺലൈനാക്കി ചെറിയതോല്ല പട്ടയങ്ങൾ നൽകിയിട്ടുള്ള പട്ടയമേളകൾ തന്നെ നടത്തി നിരവധി അങ്ങനെ ഒരു നമുക്കൊരു സമാനതകളില്ലാത്ത വികസനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മളെ എല്ലാ മന്ത്രിമാരും ചേർന്നുകൊണ്ട്
നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളം ഈ ഒരു നിലയിലേക്ക് നമ്മളൊരു നവകേരളം സൃഷ്ടിക്കായിട്ട് ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് എല്ലാ വിഭാഗവും ഈ പ്രതിപക്ഷമടക്കം സഹകരിക്കേണ്ടതാണ്. ഇത് ശരിക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലല്ലേ കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാനുള്ളൂ. അതിനുള്ള ഒരു തീരുമാനമായിരിക്കണം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബഡ്ജറ്റ് പിന്തുണ